ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2024 റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ 7G എന്ന മൂവിയാണ്. നായകൻ കുടുംബത്തോടെ ഒരു അപ്പാർട്ട്മെന്റിലെ ഒരു ഫ്ളാറ്റിലേക്ക് താമസം മാറുവാണ്. ആ ഫ്ളാറ്റിന്റെ നമ്പർ 7G എന്നായിരുന്നു. ഒരുപാട് ആഗ്രഹിച്ച് ആ ഫ്ളാറ്റിലേക്ക് എത്തി അവിടെ ഒരു പുതിയ ജീവിതം തുടങ്ങുന്ന നായകനും കുടുംബത്തിനും സംഭവിക്കുന്ന കുറേയധികം കാര്യങ്ങളാണ് ഈ ഒരു മൂവിയിൽ പറഞ്ഞിരിക്കുന്നത്. അതെന്തായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പാകാതെ കാണാൻ ശ്രമിക്കുക. സോ നമുക്കധികം സമയം കളയാതെ നേരെ സ്റ്റോറി നോക്കാം. മൂവിയുടെ സ്റ്റാർട്ടിങ്ങില് രാജീവ് എന്ന് പറയുന്ന നമ്മുടെ നായകനെ അവന്റെ ഭാര്യ വർഷനെയും കാണിക്കുന്നു. അവരിപ്പോ അവരെ മകനെയും കൂട്ടി സിറ്റിയിലുള്ള വലിയൊരു അപ്പാർട്ട്മെന്റിലെ ഒരു ഫ്ളാറ്റിലേക്ക് താമസം മാറുവാണ്. 7G എന്ന നമ്പറുള്ള ഈ ഫ്ളാറ്റ് ഇവര് സ്വന്തമായി വാങ്ങിയിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇപ്പൊ ഈ ഫ്ളാറ്റിലേക്ക് എത്തിയ സമയം തന്നെ വർഷ രാജീവിനോട് പറയുന്നുണ്ട്, ഇങ്ങനെ സ്വന്തമായിട്ട് ഒരു ഫ്ളാറ്റ് വാങ്ങുക എന്നുള്ളത് എന്റെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു എന്ന്. അത് സാധിച്ചു തന്നതിന് എനിക്ക് നിന്നോട് ഒരുപാട് നന്ദിയുണ്ടെന്ന്. അതിന് നീ ഇതിന്റെ താങ്ക്സ് പറയുന്നത് എല്ലാം നമുക്ക് വേണ്ടിയല്ലേ എന്ന് രാജീവ് പറയുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് അവരുടെ പുതിയ ഫ്ളാറ്റിന്റെ പാലുകാച്ചിലാണ്. ഇനിയിപ്പോ അതിന് രാജീവ് അവന്റെ കൊളീഗ്സിനെ എല്ലാം വിളിക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഈ കാണിക്കുന്ന നായകന്റെ സഹപ്രവർത്തകയാണ് നിഷ എന്ന് പറയുന്ന ഈ പെണ്ണ്. ഇവള് കഴിഞ്ഞ 2 വർഷമായിട്ട് നായകനെ വൺ സൈഡ് ആയിട്ട് പ്രണയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ നായകന് താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് നായകൻ അതിനൊരു വൈബ് കാണിച്ചിട്ടില്ല. പ്രസന്റിൽ നായകന്റെ കല്യാണവും കഴിഞ്ഞ് നായകനൊരു കുട്ടിയുണ്ടല്ലോ. എന്നിട്ട് നിഷ എന്ന് പറയുന്ന ആ പെണ്ണ് നായകനോടുള്ള ഇഷ്ടം വിട്ടിട്ടില്ല. അങ്ങനെ ഇപ്പൊ നായകന്റെ ഫ്ളാറ്റില് ആ പാലുകാച്ചൽ ചടങ്ങുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിഷയാണെങ്കിൽ നായകന്റെ മകനില്ലേ, അവന്റെ പേര് രാഹുൽ എന്നാണ്, ആ കുട്ടീന്റെ അടുത്ത് ചെന്ന് അവന്റെ തലയിൽ ഇങ്ങനെ തലോടുന്നവരെ കാണിച്ച് തലയിൽ നിന്നൊരു മുടി പറിച്ച് നിഷ അവളുടെ ബാഗിൽ നിന്നൊരു ബൊമ്മ എടുത്ത് അതിലിങ്ങനെ ചുറ്റി വെക്കുവാണ്. എന്തോ ബ്ലാക്ക് മാജിക് ചെയ്യുന്ന പോലെ. ഈ കാര്യമൊന്നും ആരും കാണുന്നില്ല. അടുത്ത ദിവസം രാവിലെ നമ്മുടെ നായകൻ ഓഫീസിലേക്ക് എത്തുന്നു. അപ്പൊ നായകനോട് GM പറയുവാണ്, ബാംഗ്ലൂരിൽ നമ്മൾ പുതിയൊരു പ്രോജക്ട് ചെയ്യാൻ പോവാണ്. അവിടുത്തെ ചുമതലകളെല്ലാം കമ്പനി ഏൽപ്പിക്കാൻ പോകുന്നത് തന്നെയാണ്. സോ തന്നെ സീനിയർ മാനേജർ ആയിട്ട് കമ്പനി പ്രൊമോട്ട് ചെയ്യുന്നു. ഇത് കേട്ട് നായകൻ ഒരുപാട് സന്തോഷിക്കുവാണ്. അങ്ങനെ GMനോട് താങ്ക്സ് പറയുന്നു. അപ്പൊ GM പറയുവാണ്, ഇതിന്റെ ഭാഗമായിട്ട് 2-3 ആഴ്ച ബാംഗ്ലൂർ ഒരു ട്രെയിനിങ് ഉണ്ടാവും, അവിടേക്ക് താൻ പോകേണ്ടി വരും. ഇത് കേട്ടപ്പോ നായകൻ പെട്ടെന്ന് ഒന്ന് സൈലന്റ് ആയി. കാരണം ഇപ്പൊ പുതിയ ഫ്ലാറ്റ് എടുത്ത് കുടുംബത്തോടു കൂടി അവിടെ താമസിക്കാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അങ്ങനെയുള്ള സമയത്ത് 2-3 ആഴ്ച അവിടെ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് കുറച്ച് ടാസ്ക് അല്ലേ എന്നാണ് നായകൻ ആലോചിക്കുന്നത്. അങ്ങനെ നായകൻ മറുപടി ഒന്നും കൊടുക്കാതെ നിൽക്കുമ്പോൾ ഇത് തനിക്ക് കിട്ടിയ ഒരു ബെസ്റ്റ് ചാൻസ് ആണ്, ഇത് നഷ്ടപ്പെടുത്തരുതെന്ന് GM പറയുന്നു. അങ്ങനെ വേറെ നിവൃത്തിയില്ലാതെ നായകൻ അതിനൊക്കെ പറയുവാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ആ കാര്യങ്ങളെല്ലാം ആലോചിച്ച് നായകൻ അങ്ങനെ പുറത്തേക്ക് വരുന്ന സമയം അവിടെ നിന്ന് നിഷ നായകനോട്, രാജീവ് നീ ബാംഗ്ലൂരിലേക്ക് പോവാണെന്ന് കേട്ടു, എന്താ സത്യമാണോ ചോദിക്കുന്നു. അവളോട് സംസാരിക്കാനൊന്നും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് അതേന്നും പറഞ്ഞ് നായകനോടൊന്ന് പോവുകയും ചെയ്യുന്നു. നീ എന്നിൽ നിന്ന് എത്ര ഒഴിഞ്ഞു മാറി പോയാലും നിന്നെ ഞാൻ അങ്ങനെ വെറുതെ വിടില്ലടാന്ന് ഈ സമയം നിഷ മനസ്സിൽ അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ആ സീനോടെ കട്ടായെന്ന് ഈവനിംഗ് ഫ്ലാറ്റിലേക്ക് എത്തി നമ്മുടെ നായകൻ ഭാര്യനോട് എന്ന് GM പറഞ്ഞ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നു. കണ്ടില്ലേ, നമ്മുടെ പുതിയ ഫ്ലാറ്റിലേക്ക് വന്ന് കയറിയതിന്റെ ഐശ്വര്യമാണ് ഇതൊക്കെ. പക്ഷെ 2-3 ആഴ്ച ബാംഗ്ലൂർ ട്രെയിനിങ് ഉണ്ടാവും. സോ നിങ്ങളെ വിട്ട് എനിക്ക് പോവേണ്ടി വരും. ഇങ്ങനെ രാജീവ് പറയുന്ന സമയത്ത് എന്തായാലും ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം, നീ സന്തോഷമായിട്ട് പോയി വാന്ന് ഭാര്യ പറയുന്നു. അടുത്ത സീനിൽ നിഷയുടെ വീട് കാണിക്കുവാണ്. അവളിപ്പോ അവളുടെ മുറിയിൽ നിന്നുകൊണ്ട് രാജീവിന്റെ ഫോട്ടോയും അന്ന് രാജീവിന്റെ മകന്റെ മുടിയെല്ലാം പറിച്ച് ഒരു ബൊമ്മയെ ചുറ്റുന്നുണ്ടായിരുന്നല്ലോ, ആ ബൊമ്മയെല്ലാം വെച്ച് എന്തൊക്കെയോ ബ്ലാക്ക് മാജിക് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായി അടുത്ത ദിവസം കാണിക്കുവാണ്. നായകൻ ഇപ്പൊ ബാംഗ്ലൂരിലേക്ക് ആ ട്രെയിനിങ്ങിന് പോകാൻ റെഡിയാവുന്നു. ഭാര്യനെയും മകനെ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോവാൻ നായകൻ ഒരു വിഷമമുണ്ട്. എന്നാലും ഭാര്യ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് നായകൻ അങ്ങനെ പോകുന്ന സമയത്ത് നായകനോട് പറയുന്നുണ്ട്, കാര്യങ്ങളെല്ലാം നോക്കിക്കോണം, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണം, പിന്നെ ഇന്ന് TV ഇൻസ്റ്റാൾ ചെയ്യാൻ ആൾക്കാർ വരും, അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ സമാധാനമായിട്ട് പോയി വരാൻ പറഞ്ഞ് നായകി ഇപ്പൊ അങ്ങനെ നായകനെ യാത്രയാക്കുന്നു. അങ്ങനെ അവിടെ നിന്ന് കുറച്ചു നേരം കഴിഞ്ഞ് അവരുടെ ഫ്ലാറ്റിലേക്ക് രാകേഷ് എന്ന് പറഞ്ഞൊരു വ്യക്തി കയറി എത്തുവാണ്. അനുവാദം പോലും ചോദിക്കാതെയാണ് അയാൾ ആ ഫ്ലാറ്റിലേക്ക് കയറി വന്നത്. ഇയാൾ ആരാന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലാറ്റിന്റെ ഓണർ ആയിരുന്നു. അയാളുടെ ഈ ഫ്ലാറ്റ് അയാൾ ഇവർക്ക് വിറ്റല്ലോ, സോ അതിന്റെ ഡോക്യുമെന്റ്സ് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ ഈ ഫ്ലാറ്റിന്റെ പഴയ ഓണർ എന്നുള്ള രീതിയിൽ ആ ഒരു മാന്യത കാണിച്ച് നായിക അയാൾക്ക് ഉറിയൻ ജ്യൂസ് കൊടുക്കുന്നു. ഈ സമയത്ത് അയാൾ കൊണ്ടുവന്ന ഡോക്യുമെന്റ്സ് എല്ലാം കൊടുത്ത് അയാൾ അവിടുന്ന് പോവുകയും ചെയ്യുന്നു. ചെറിയ ഫ്ലേർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ അയാൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ നായിക അതൊന്നും വലിയ കാര്യമാകാതെ ഡോക്യുമെന്റ്സും വാങ്ങി അയാൾ അവോയ്ഡ് ചെയ്യുന്ന രീതിയിൽ പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് നായികയാണെങ്കിൽ ആ ഫ്ലാറ്റൊക്കെ ഇന്ന് വൃത്തിയാക്കുവാണ്. അങ്ങനെ അവിടെയുള്ള ഒരു കബോർഡ് തുറക്കുന്ന സമയം അതിനകത്ത് നിന്ന് ഒരു പാവ താഴേക്ക് വീഴുന്നു. ആ താഴേക്ക് വീണ് ഉടനെ തന്നെ അതിനകത്ത് നിന്ന് ഒരു കറുത്ത രൂപം പുറത്തേക്ക് വരുവാണ്. ഇത് നമ്മുടെ നായിക കാണുന്നില്ല. അങ്ങനെ അന്ന് രാത്രി നായിക മകനോടൊപ്പം കിടന്നുറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് അവള് ഹാളിൽ നിന്ന് വലിയ സൗണ്ട് കേൾക്കുവാണ്. അങ്ങനെ നായിക എഴുന്നേറ്റ് പോയി നോക്കുന്നുണ്ടെങ്കിലും ഒന്നും കാണുന്നില്ല. തോന്നിയതായിരിക്കും വിചാരിച്ചുകൊണ്ട് നായിക അത് വിടുന്നു. അടുത്ത ദിവസം TV ഫിറ്റ് ചെയ്യാൻ വേണ്ടി നായകൻ പറഞ്ഞ ഒരാൾ വരുന്നു. അങ്ങനെ TV എല്ലാം ഫിറ്റ് ചെയ്ത് കൊടുത്ത് അവർ പോവുകയും ചെയ്യുവാണ്. ഈ സമയത്തെല്ലാം എന്തൊക്കെയോ അമാനുഷ്യമായിട്ടുള്ള കാര്യങ്ങൾ ആ ഫ്ലാറ്റിൽ നടക്കുന്നുണ്ട്. നമ്മുടെ നായികയ്ക്കാണെങ്കിൽ അത് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മുടെ നായിക അത് അത്രയും കാര്യമാക്കി എടുത്തിട്ടില്ല. തനിക്ക് തോന്നുന്നായിരിക്കും എന്ന് വിചാരിച്ച് അവൾ അതെല്ലാം വിടുന്നു. ഇതിനെല്ലാത്തിനും കാരണം നിഷ എന്ന് പറയുന്ന പെണ്ണാണ്. അവൾ അവിടെ ഇരുന്ന് ആ ബ്ലാക്ക് മാജിക് എല്ലാം ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ നായകന്റെ അവന്റെ കുടുംബത്തിന്റെ സമാധാനം പോകുന്നത്. ഫ്ലാറ്റിൽ ഉറങ്ങി കിടക്കുന്ന നായിക എന്തോ ദുസ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേക്കുവാണ്. അവൾക്കാണെങ്കിൽ ഉറങ്ങാനും കഴിയുന്നില്ല. അങ്ങനെ ഫ്ലാറ്റിന് എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി നമ്മുടെ നായിക ഈ കാര്യങ്ങളെല്ലാം നായകനെ വിളിച്ചറിയിച്ചല്ലോ എന്ന് വിചാരിക്കുന്നു. പക്ഷെ ഇത് നായകനെ അറിയിച്ച ട്രെയിനിങ്ങിന് പോയിരിക്കുന്ന അവന്റെ സമാധാനം പോകും. അതുകൊണ്ട് തൽക്കാലത്തേക്ക് വേണ്ടാന്ന് നായിക വിചാരിക്കുവാണ്. എന്നാലും ഇത് ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ നായികയ്ക്ക് ഒരു സമാധാനമില്ല. അതുകൊണ്ട് തന്നെ നായകന്റെ കൂടെ വർക്ക് ചെയ്യുന്ന നായകന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പ്രിയ എന്നാണ് പേര്. അവളെ വിളിച്ച് ഈ കാര്യങ്ങൾ അറിയിക്കാമെന്ന് നായിക വിചാരിക്കുന്നു. അങ്ങനെ അന്ന് ഈവനിങ് ജോലി കഴിയുമ്പോൾ പ്രിയനോട് നേരെ ഫ്ലാറ്റിലേക്ക് വരാൻ നായിക പറയുവാണ്. അങ്ങനെ അന്ന് ഈവനിങ് അവൾ പറഞ്ഞ പോലെ ജോലിയെല്ലാം കഴിഞ്ഞ് പ്രിയ അവരുടെ ഫ്ലാറ്റിലേക്ക് വരുമ്പോൾ നായിക അവിടെ അവൾക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം റിയനോട് തുറന്നു പറയുന്നു. ഈ സമയം റിയ പറയുന്നുണ്ട്, ഇടി നീ ഇങ്ങനെ തനിച്ചായോണ്ട് നിനക്ക് ഇങ്ങനെയെല്ലാം ഫീൽ ചെയ്യുന്നതാണ്, മാത്രമല്ല ഇതൊരു പുതിയ സ്ഥലവും കൂടിയല്ലേ, അപ്പൊ നിന്റെ മനസ്സ് ചുമ്മാ ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്നതായിരിക്കും.
ആയിരിക്കും ഇതൊക്കെ. ഇത് കേട്ട നായിക അവളോട് ദേഷ്യപ്പെടുന്നു. ഞാനങ്ങനെ ചുമ്മാ ആലോചിച്ച് കൂട്ടിയതൊന്നുമല്ല, എനിക്ക് ശരിക്കും ഫീൽ ചെയ്ത കാര്യങ്ങളാ അതൊക്കെ. ഇത് കേൾക്കുന്ന റിയ, ശരി അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇന്ന് ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുന്നില്ല, ഇന്ന് ഞാൻ ഇവിടെ സ്റ്റേ ചെയ്യാം, എന്നിട്ട് നീ പറയുന്ന പോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടോന്ന് ഞാനും കൂടെ ഒന്ന് നോക്കട്ടെ, ഇങ്ങനെ പറയുവാണ്. അപ്പൊ നായിക അതിനൊക്കെ പറയുന്നു. അങ്ങനെ അന്ന് റിയ അവരുടെ കൂടെ നൈറ്റ് സ്റ്റേ ചെയ്യുവാണ്. അങ്ങനെ അന്ന് റിയയ്ക്കും അവിടെ എന്തൊക്കെ അമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ ഫീൽ ചെയ്യുന്നു. അടുത്ത ദിവസം നമ്മുടെ നായകൻ ഫ്ളാറ്റിലേക്ക് തിരിച്ചെത്തുവാണ്. അവൻ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞു. അങ്ങനെ ഒരു ബ്രേക്ക് കിട്ടിയപ്പോ കുടുംബത്തിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് അവൻ. അടുത്ത ദിവസം അവന് തിരിച്ചു പോവുകയും ചെയ്യണം. സോ ഇന്ന് ഫ്രീ ആയതുകൊണ്ട് നമുക്കൊന്ന് ഔട്ടിങ്ങിന് പോവാന്നൊക്കെ പറഞ്ഞ് നായകൻ ഭാര്യനെയും കുട്ടീനെയും കൂട്ടി ഒന്ന് ഔട്ടിങ്ങിനൊക്കെ പോകുന്നുണ്ട്. ഈ സമയത്ത് നായകനോട് കാര്യങ്ങളെല്ലാം പറയാന്ന് വിചാരിച്ച് വർഷം നായകനോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നു. അപ്പൊ ഇത് കേട്ട് നായകൻ പറയാണ്, നോക്ക് വർഷ, നമ്മൾ ഇവിടെ പുതിയതാണ്, ഇവിടെ വന്നു കയറി ഈ സ്ഥലമായിട്ടൊക്കെ ഒന്ന് ലിങ്ക് ആവുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിങ്ങളെ വിട്ട് ട്രെയിനിങ്ങിനും പോയി, അതുകൊണ്ട് നിനക്ക് ഇങ്ങനെ എല്ലാം തോന്നിയതാണ്, അല്ലാതെ ഇവിടെ നീ പറയുന്ന പോലെ ഒരു പ്രശ്നവുമില്ല, അതെല്ലാം നിന്റെ തോന്നലാണ്. അങ്ങനെയല്ല രാജീവ്, ഇതിനെ ഞാൻ റിയനെയും വിളിച്ചു വരുത്തി അവളോട് ഈ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അപ്പൊ ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ അവൾ ഇന്നലെ ഇവിടെ നിന്നു. അപ്പൊ അവൾക്ക് ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ഫീൽ ചെയ്തെന്നാണ് അവൾ പറഞ്ഞത്. ഇതെല്ലാം കേട്ട് നായകൻ ആകെ കൺഫ്യൂസ്ഡ് ആവുന്നു. നായകൻ എന്തായാലും ഇനിയും കുറച്ച് ദിവസം കൂടി ട്രെയിനിങ് ഉണ്ടല്ലോ, അതിനെന്തായാലും നായകന് പോയേ പറ്റും. സോ അതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് ആലോചിക്കാന്നൊക്കെ പറഞ്ഞ് നായകൻ അങ്ങനെ തിരിച്ചു പോവുകയും ചെയ്യുന്നു. അതിന്റെ അടുത്ത ദിവസം റിയ ആണെങ്കിൽ ഓഫീസിലേക്ക് എത്തുമ്പോ നായകനൊരു നോട്ടമുള്ള നിഷ എന്ന് പറയുന്ന പെണ്ണില്ലേ, അവളൊന്ന് റിയനോട് നായകന്റെ വിശേഷങ്ങളെല്ലാം ചോദിക്കുന്നു. അതുപോലെ നായകൻ പുതിയതായിട്ട് ഫ്ലാറ്റ് എടുത്തായിരുന്നല്ലോ, അവരുടെ ജീവിതം എങ്ങനെ പോകുന്നു ചോദിക്കുവാണ്. ഇവിടെ ബ്ലാക്ക് മാജിക് എല്ലാം ചെയ്ത് അവർക്കിട്ട് നല്ല മുട്ടം പണി കൊടുത്തോണ്ടിരിക്കുവാണല്ലോ, അതെല്ലാം ഏൽക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് അവരുമായിട്ട് നല്ല ക്ലോസ് ആയ റിയനോട് തന്നെ അവൾ ഈ കാര്യം ചോദിക്കുന്നത്. റിയ ആണെങ്കിൽ ഓപ്പൺ ആയിട്ട് അവിടെ നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം പറയുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന നിഷ ഒരുപാട് സന്തോഷിക്കുവാണ്. അപ്പൊ തന്റെ പണി ഏൽക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി അവളാണെങ്കിൽ ഈ കാര്യം ഓഫീസ് മുഴുവൻ പാട്ടാക്കുകയും ചെയ്യുന്നു. അങ്ങനെ എല്ലാവരും നായകന്റെ പുതിയ ഫ്ലാറ്റില് പ്രേതബാധ ഉണ്ടെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ അത് ഫൈനലി നായകന്റെ ചെവിയിൽ എത്തുന്നു. ഇത് അറിയുന്ന സമയത്ത് നായകൻ ആകെ ടെൻഷൻ ആവുകയാണ്. ഈ കാര്യങ്ങൾ ഓഫീസിൽ അറിയിച്ചത് റിയ ആയിരിക്കും എന്ന് വിചാരിച്ച് നായകന് പ്രിയനെ വിളിച്ച് ദേഷ്യപ്പെടുന്നു. അപ്പൊ റിയ പറയുവാണ്, ഞാനത് നിഷനോട് പറഞ്ഞായിരുന്നു, അവളാണ് ഇത് ഓഫീസ് മുഴുവൻ അറിയിച്ചതെന്ന്. അതിനുശേഷം നായകൻ നായകനെ കോൾ ചെയ്യുവാണ്, നീ ആ റിയനെ വിളിച്ച് കാര്യങ്ങളൊന്നും പറയണ്ടായിരുന്നു, ഇപ്പൊ ആ കാര്യങ്ങളെല്ലാം അവിടെ ത്രൂ നിഷ അറിഞ്ഞു, നിഷ അത് ഓഫീസിൽ എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ നായകൻ ഈ കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്ത് പറ്റിപ്പോയത് വലിയൊരു അബദ്ധമാണല്ലോ എന്ന് വിചാരിച്ച് നായിക പശ്ചാത്തപിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരെ ഫ്ലാറ്റില് ഈ അമനുഷ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആ ഒരു ശക്തി അല്ലെങ്കിൽ ആ ഒരു ആത്മാവിനെ നായികയ്ക്ക് നേരിട്ട് കാണാൻ കഴിയുന്നു. അതെ, മഞ്ജു എന്ന് പറഞ്ഞൊരു സ്ത്രീന്റെ ആത്മാവായിരുന്നു അത്. അങ്ങനെ ഇപ്പൊ ആത്മാവിനെ കണ്ട് നായിക ആകെ പേടിക്കുന്നു. എന്നാലും നായിക ധൈര്യത്തോട് ഓടി ചോദിക്കുവാണ്, നീ എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് വാങ്ങിയ ഫ്ലാറ്റാണിത്, അതുകൊണ്ട് നീ എങ്ങനെയൊക്കെ ടോർച്ചർ ചെയ്താലും ഞങ്ങൾ ഇവിടെ വിട്ടു പോവില്ല. അങ്ങനെ മഞ്ജുവിന്റെ ആത്മാവിനോട് നായിക ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ ബാൽക്കണിയിൽ നിന്ന് നായിക ഒരു സൗണ്ട് കേൾക്കുന്നു. ചെന്ന് നോക്കുന്ന സമയത്ത് നായികന്റെ മകൻ ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് വീഴാൻ പോയിരിക്കുവാണ്. അവിടുത്തെ കമ്പിയിൽ പിടുത്തം കിട്ടിയോണ്ട് അവൻ അങ്ങനെ തൂങ്ങിക്കിടക്കുന്നു. അങ്ങനെ ഇപ്പൊ അത് തക്ക സമയത്ത് കണ്ട നമ്മുടെ നായിക എങ്ങനെയും അവന്റെ കൈയിൽ പിടിച്ച് അവനെ വലിച്ചു കയറ്റുവാണ്. ഇതേ സമയം തന്നെ ഇവരുടെ തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിൽ താമസിക്കുന്ന ദമ്പതികൾ ഇവരുടെ ഈ ഫ്ലാറ്റിൽ നടക്കുന്ന ഒച്ചയും ബഹളെല്ലാം കേട്ട് അവിടേക്ക് എത്തുവാണ്. ഇവര് കുറെ വർഷങ്ങളായി ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഇവർക്കും ഇപ്പൊ നായികനെ പോലെ മഞ്ജു എന്ന് പറയുന്ന ആത്മാവിനെ കാണാൻ കഴിയുന്നുണ്ട്. ശരിക്കും നായികനെ ഈ ഫ്ലാറ്റ് വാങ്ങുന്നതിന് മുമ്പ് ഈ ഫ്ലാറ്റ് മഞ്ജുവിന്റെ ആയിരുന്നു. മഞ്ജു അവളുടെ മകനുമായിരുന്നു ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഇവരുടെ നെയ്ബേഴ്സ് ആയ ദമ്പതികൾ പറയുന്ന സമയത്ത് അപ്പൊ ഇവർക്ക് എന്താ സംഭവിച്ചതെന്ന് നായിക ചോദിക്കുന്നു. അപ്പൊ മഞ്ജുവിന്റെ ആത്മാവ് കാര്യങ്ങളെല്ലാം പറയാൻ തുടങ്ങുവാണ്. കഴിഞ്ഞ 2-3 വർഷമായിട്ട് മഞ്ജു ഇവിടെയായിരുന്നു താമസം. മഞ്ജുവിന്റെ അച്ഛന് 2 ഭാര്യമാരുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ ഭാര്യന്റെ മകനായിരുന്നു രാകേഷ് എന്ന് പറയുന്ന വ്യക്തി, രണ്ടാമത്തെ ഭാര്യന്റെ മകളായിരുന്നു ഈ മഞ്ജു. അങ്ങനെ അവർ അച്ഛൻ സ്വത്തെല്ലാം ഭാഗം വെച്ച സമയത്ത് കൂടുതൽ ഷെയറും രാകേഷിന്റെ പേരിൽ എഴുതി വെച്ചു. ബാക്കിയുള്ള ഈ ഫ്ലാറ്റ് മാത്രമായിരുന്നു മഞ്ജുവിന് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതും രാകേഷിന് ഇഷ്ടമായില്ല. ബാക്കി സ്വത്തുക്കളുടെ കൂടെ ആ ഫ്ലാറ്റും കൂടി തനിക്ക് വേണമെന്ന് അവന് തോന്നാൻ തുടങ്ങുന്നു. അങ്ങനെ ആ ഫ്ലാറ്റ് കിട്ടാൻ വേണ്ടി ഒരു ദിവസം മഞ്ജുവിന്റെ അടുത്ത് വന്ന് അവൻ അതിനെപ്പറ്റി ചോദിക്കുന്നു. അപ്പൊ മഞ്ജു പറയുകയാണ്, നിനക്കച്ഛൻ ഒരുപാട് സ്വത്തുക്കൾ എഴുതി വെച്ചതാണ്, എനിക്ക് കിട്ടിയത് ഈ ഫ്ലാറ്റ് മാത്രമാണ്, ഇനി എനിക്കും എന്റെ മകനും താമസിക്കാൻ ഈ ഫ്ലാറ്റ് ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാനിത് വിട്ടുതരില്ല എന്ന്. ഇത് കേൾക്കുന്ന രാകേഷിന് ദേഷ്യം വരുന്നു. അവന് കിട്ടിയ സ്വത്തുക്കളിൽ പലതും ബിസിനസ് ആദ്യതെന്നൊക്കെ പറഞ്ഞ് വിറ്റു തോലച്ചിട്ടുണ്ടായിരുന്നു. ഇനി എന്ത് വില കൊടുത്തും മഞ്ജുവിന്റെ കയ്യിൽ നിന്ന് ആ ഫ്ലാറ്റും കൂടി അടിച്ചെടുക്കണം. അതിനെന്താ ഒരു വഴിയെന്ന് അവന്റെ ഫ്രണ്ട്സിനോട് ആലോചിക്കുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന അവന്റെ ഫ്രണ്ട്സ് പറയാണ്, നേരെ ഫ്ലാറ്റിലേക്ക് ഇടിച്ചു കയറി ചെന്ന് അവളുടെ മകനെ കൊന്നുകളയെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ അവൾ എന്തായാലും ഡോക്യുമെന്റിൽ സൈൻ ചെയ്തു തരും, അതോടുകൂടി നിന്റെ ടെൻഷൻ എല്ലാം മാറുമെന്ന്. ഇത് കേട്ട രാകേഷ് അവന്മാരെയും കൂട്ടിക്കൊണ്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടി നേരെ അവളെ ഫ്ലാറ്റിലേക്ക് കയറി ചെല്ലുന്നു. എന്നിട്ട് പ്ലാൻ ചെയ്ത പോലെ മഞ്ജുവിന്റെ മകനെ പിടിച്ച് അവനെ കൊന്നുകളയെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി മഞ്ജുവിനെ കൊണ്ട് ആ ഡോക്യുമെന്റിൽ സൈൻ ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ ഈ രീതിയിലുള്ള അതിക്രമം കാണിച്ച് അവർ ആ ഡോക്യുമെന്റ് സൈൻ ചെയ്ത് വാങ്ങിയെങ്കിലും മരിക്കുന്നവനും പരിപാടി വിട്ട് ഇറങ്ങില്ല എന്ന് മഞ്ജു ദേഷ്യം കൊണ്ട് അവനോട് പറയുമ്പോൾ, എന്നാ പിന്നെ നീ അങ്ങ് മരിക്കടിയെന്നും പറഞ്ഞ് മഞ്ജുവിനെ മകനെ ആക്രമിച്ച് അവരെ ബോധം കെടുത്തിട്ടതിന് ശേഷം അടുക്കളയിലെ സിലിണ്ടർ തുറന്നു വെച്ച് ഒരു സ്ഫോടനം ഉണ്ടാക്കി അവരെ അവിടെ വെച്ച് കൊല്ലുവാണ് അവൻ. അതിനുശേഷം രാകേഷും അവന്റെ ഫ്രണ്ട്സും ആ ഫ്ലാറ്റ് റെനോവേറ്റ് ചെയ്ത് നായകനെ മറിച്ചു വിറ്റു. അങ്ങനെയാണ് നായകന്റെ ഫാമിലി ഇവിടേക്ക് എത്തിയത്. ഇനിയിപ്പോ നടന്ന ഫ്ലാഷ് ബാക്ക് അല്ല, മഞ്ജുവിന്റെ ആത്മാവ് ഇവർക്ക് പറഞ്ഞു കൊടുത്തു. അതിനിടയ്ക്ക് മഞ്ജുവിന്റെ ആത്മാവ് മറ്റു ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് രാകേഷിന്റെ കൂടെ നിന്ന് ഈ ക്രൂരത ലെവലിൽ കാട്ടിക്കൂട്ടിയ രാകേഷിന്റെ ഫ്രണ്ട്സ് ഇല്ലേ, അവരെ ഓരോരുത്തരെയായിട്ട് മഞ്ജു തീർത്ത് കളഞ്ഞായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ബാക്കിയുണ്ടായിരുന്നത് രാകേഷ് മാത്രമായിരുന്നു. അങ്ങനെയിരിക്കുന്ന സമയത്ത് തന്റെ ഈ ഫ്രണ്ട്സിന്റെ മരണത്തിനെല്ലാത്തിനും കാരണം മഞ്ജുവിന്റെ ആത്മാവെന്നുള്ള കാര്യം രാകേഷ് അറിയുന്നു. അങ്ങനെ രാകേഷ് മഞ്ജുവിന്റെ ആത്മാവിനെ തളയ്ക്കാൻ വേണ്ടി മോക്ഷ എന്ന് പറയുന്ന ഒരു മന്ത്രവാദിനെ അവിടേക്ക് കൊണ്ടുവരുവാണ്. അങ്ങനെ അയാളെ വെച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് രാകേഷ് മഞ്ജുവിനെ തളയ്ക്കുന്നു. അതായത് ഒരു ബൊമ്മയിലേക്ക് അവളെ ആവാഹിച്ച് തളയ്ക്കുന്നു. ആ സമയത്ത് മോക്ഷ എന്ന് പറയുന്ന മന്ത്രവാദി രാകേഷിനോട് പറയുന്നുണ്ടായിരുന്നു, ഈ ബൊമ്മ ആ ഫ്ലാറ്റില് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഭദ്രമായിട്ട് ഇരിക്കണമെന്ന്. അതുണ്ടായിരുന്ന ആ കബോർഡിന്റെ ഒരു ഏരിയയില് രാകേഷ്
രാകേഷ് അത് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ഫ്ലാറ്റ് വാങ്ങി എത്തിയതോടെ നായിക അവിടെ ക്ലീൻ ചെയ്യുന്നതിനിടയ്ക്ക് ആ കബോർഡ് തുറന്നപ്പോൾ ആ ബൊമ്മയാണെങ്കിൽ താഴെ വീണായിരുന്നല്ലോ. അങ്ങനെ താഴെ വീണതോടെ മഞ്ജുവിന്റെ ആത്മാവ് വെളി വന്നു. അങ്ങനെ ഇപ്പൊ അത്രയും കാര്യങ്ങളും കൂടി മനസ്സിലാവുന്ന സമയത്ത് അപ്പുറത്തെ ഫ്ലാറ്റിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ദമ്പതികള് മഞ്ജുവിനോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, നിനക്ക് സംഭവിച്ചത് ഒരു വലിയ കാര്യം തന്നെയാണ്, അവര് തെറ്റുകാരുമാണ് അതില്. പക്ഷെ അതിന് ഇവിടേക്ക് പുതുതായിട്ട് താമസം മാറി എത്തിയ ഈ പാവം പെണ്ണും അവളുടെ ഭർത്താവും കുട്ടി എന്ത് പഴിച്ചു. ഇത് കേൾക്കുന്ന മഞ്ജു പറയാണ്, ഞാൻ അതിന് ഇതുവരെ ഇവരെ ഉപദ്രവിച്ചിട്ടില്ല. അപ്പോഴാണ് നമുക്ക് മറ്റൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. നേരത്തെ ബാൽക്കണിയിൽ നിന്ന് നായികന്റെ മകൻ അവന്റെ ടോയ് എന്തോ താഴേക്ക് വീഴാൻ വേണ്ടി പോയപ്പോ അതെടുക്കാൻ വേണ്ടി കുനിഞ്ഞപ്പോ അവൻ വഴി താഴേക്ക് വീഴാൻ പോയതാണ്. അപ്പൊ ഇത് കണ്ട മഞ്ജുവിന്റെ ആത്മാവാണ് അവനെ സേവ് ചെയ്തത്. അങ്ങനെ അവനോട് തൂങ്ങിക്കിടന്ന സമയത്ത് നായിക വന്ന് അവനെ വലിച്ചു കയറ്റുകയും ചെയ്തു. അങ്ങനെ ഇപ്പൊ ഈ കാര്യങ്ങളുടെ സത്യാവസ്ഥയും കൂടി അറിയുന്ന സമയത്ത് നായികയ്ക്ക് മഞ്ജുവിനോട് ഒരു മതിപ്പ് തോന്നുവാണ്. അങ്ങനെ നായിക മഞ്ജുവിനോട് പറയുന്നു, ശരി നിനക്ക് നിന്റെ പ്രതികാരം വീട്ടുന്നോളം വരെ ഇവിടെ നിൽക്കാന്ന്. അങ്ങനെയാണെങ്കിൽ 2 ദിവസം കൂടി കഴിഞ്ഞു പോകുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബാംഗ്ലൂരിലെ ട്രെയിനിങ് എല്ലാം തീർത്ത് രാജീവ് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നു. ഈ സമയം രാജീവ് നിഷ ഓഫീസിൽ പറഞ്ഞു പറ്റിയ കാര്യങ്ങളെ പറ്റി എല്ലാം നായകനോട് ഷെയർ ചെയ്യുവാണ്. ഇതെല്ലാം കേട്ട നായിക പറയുന്നു, അതൊന്നും ഇല്ലാത്ത കാര്യങ്ങളല്ല, ശരിക്കും ഈ പ്ലാനിൽ ഒരു പ്രേതവാദിയുണ്ട്. ഇത് കേട്ട് നായകനൊട്ടും വിശ്വസിക്കാതെ നിൽക്കുന്ന സമയത്ത് നായകന്റെ കണ്ണിനും മഞ്ജുവിനെ അവളുടെ മകനെയും കാണാൻ കഴിയുന്നു. അങ്ങനെ ഈ കാഴ്ച കണ്ടാകും ഞെട്ടിപ്പോകുന്ന നായകൻ നായകനോട് പറയുവാണ്, എത്രയും വേഗം ഫ്ലാറ്റ് ഉപേക്ഷിച്ച് എവിടുന്ന് പോവാന്ന്, ഇനി ഇവിടെ നിൽക്കണ്ടെന്ന്. അപ്പൊ നായകനോട് പറയുന്നു, നമ്മൾ അങ്ങനെ പേടിച്ചു പോകേണ്ട കാര്യമില്ല, ഇവിടെയുള്ള ഈ ആത്മാക്കളെ നമ്മൾ ഉപദ്രവിക്കില്ല. നിങ്ങൾ നിങ്ങളുടെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് മറ്റൊന്നും ആലോചിക്കാതെ പണ്ടത്തെ പോലെ തന്നെ പോവാൻ നോക്ക്, ഇവിടുത്തെ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം എന്നും നായിക പറയുന്നു. അങ്ങനെ ഇരിക്കുന്ന അതേ സമയം തന്നെ പ്രിയ നായികനെ കോൾ ചെയ്തിട്ട് ഇവരുടെ ഫ്ലാറ്റിലെ ആ സമാധാനക്കേടിന് കാരണം നിഷയുടെ ആ ബ്ലാക്ക് മാജിക്കും കാര്യങ്ങളൊക്കെയാണെന്ന് പറയുന്നു. നിഷ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അവളുടെ വീട്ടിൽ പോയ സമയത്ത് പ്രിയ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം നായിക മഞ്ജുവിനെ അറിയിക്കുന്നു. അങ്ങനെ ഈ കാര്യങ്ങൾ അറിഞ്ഞ മഞ്ജു ഞാൻ അവളെ കൈകാര്യം ചെയ്തോളാം എന്ന് പറയുവാണ്. അങ്ങനെ മഞ്ജുവിന്റെ ആത്മാ അവളുടെ അടുത്തേക്ക് എത്തി അവളെ വേണ്ട രീതിയിലൊന്നും പേടിപ്പിക്കുന്നു. അപ്പോഴാണ് മനസ്സിലാവുന്നത് അവളെ ബ്ലാക്ക് മാജിക് എല്ലാം പഠിപ്പിച്ചത് അന്ന് മഞ്ജുവിനെ തളച്ച മോക്ഷ എന്ന് പറയുന്ന ആ മന്ത്രവാദിയാണെന്ന്. അയാളോട് മഞ്ജുവിന് ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ ഇവള് ത്രൂ അയാളോടുള്ള പ്രതികാരം വീട്ടാന്ന് വിചാരിച്ച് അവളെ കൊണ്ട് അയാളെ അവിടേക്ക് വിളിച്ചു വരുത്തുന്നു. എന്നിട്ട് അയാളെയും കൊടൂരമായിട്ട് മഞ്ജു കൊന്നു കളയുവാണ്. അങ്ങനെ മഞ്ജുവിനോടും കുടുംബത്തിനോടും ആ ക്രൂരതയെല്ലാം കാട്ടിക്കൂട്ടിയ രാകേഷ് ഒഴികെ ബാക്കി എല്ലാവരെയും മഞ്ജു തീർത്തു കളഞ്ഞു. ഇനി അവശേഷിക്കുന്നത് രാകേഷ് ആണല്ലോ. അങ്ങനെ മഞ്ജു പറഞ്ഞിട്ട് വർഷ രാകേഷിനെ വിളിക്കുന്നു. അവളുടെ ഫോൺ കിട്ടിയത് രാകേഷ് പാഞ്ഞ് അവിടേക്ക് വരുവാണ്. ഈ സമയം മഞ്ജു പറഞ്ഞതിനനുസരിച്ച് വർഷ രാകേഷിന് കുറെ മദ്യമെല്ലാം കൊടുക്കുന്നു. അങ്ങനെ ഒരുപാട് മദ്യവെച്ച് ലക്ക് കേട്ടവനാണെങ്കിൽ ആ ഒരു ലഹരിന്റെ പുറത്ത് ബോധമൊന്നുമില്ലാതെ അവന്റെ വീട്ടിലേക്ക് പോകുന്നു. ആ സമയം മഞ്ജു അവന്റെ പുറകെ ചെന്ന് അവിടെ വെച്ച് അവനെയും കൊല്ലുവാണ്. അതോടുകൂടി മഞ്ജുവിന്റെ പ്രതികാരം എല്ലാം തീർന്നു. ശേഷം മഞ്ജുവിന്റെയും മകന്റെ ആത്മാക്കള് സമാധാനത്തോടുകൂടി ഈ ലോകം വിട്ടു പോവുകയും ചെയ്യുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായി 2-3 ദിവസം കഴിഞ്ഞ് ബാംഗ്ലൂരിലെ ട്രെയിനിങ്ങും കാര്യങ്ങളെല്ലാം തീർത്ത് നായകൻ ഫ്ലാറ്റിലേക്ക് തിരിച്ചു വരുന്നു. ഈ സമയം സംഭവിച്ച കാര്യങ്ങളെല്ലാം നായകൻ ഡീറ്റെയിൽ ആയിട്ട് നായകന് പറഞ്ഞു കൊടുക്കുന്നു. അതിന് ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം മാറി ഇനി നമുക്ക് സമാധാനമായിട്ട് ഇവിടെ ജീവിക്കാന്ന് പറയുമ്പോൾ നായകൻ ഒരുപാട് സന്തോഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു എൻഡിങ് കാണിച്ചുകൊണ്ട് ഈ മൂവി അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായോ? ഇനി ഇതുപോലുള്ള പുതിയ പുതിയ മൂവീസ് ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഇനിയും പുതിയ വീഡിയോസ് ആയിട്ട് കാണും വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.